പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്. നോക്ക്, ബോവസ് പറയുക, ഇവള് മോവാബ്യ പെണ്ണ, പക്ഷെ ഇവിടെ തലയ്ക്ക് മുകളിൽ ഇസ്രായേലിന്റെ ദൈവം ചിറക് വിരിച്ചു നിൽക്കുക. ഇനി നീ രക്ഷപ്പെടുമെന്ന് പ്രവചിക്കൊന്നും വേണ്ട, നീ രക്ഷപ്പെട്ടിരിക്കും. ഒരാമയും വരുന്നില്ല, നീ രക്ഷപ്പെട്ടിരിക്കും. ബോബസ് പറ, ഇവിടെ തലം വേറെയാ. മനസ്സിലായവര് സ്തോത്രം ചെയ്യ. നീ പത്രത്തിൽ ഫോട്ടോ ഒന്നും ഇടണ്ട, നിന്റെ മുകളിൽ ഒരുത്തൻ ചിറക് പിരിച്ചു നിൽക്കുക. ഓ ഗ്ലോറി ടു ഗോഡ്. നിന്റെ ഭാവി നിർണയിക്കപ്പെടാൻ പോവാ. ഈ കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കാൻ പോയപ്പോ ആ കൂനി അന്ന് യോഗത്തിന് പോയില്ലല്ലോ. എത്ര വർഷം കൊണ്ട് കൂനായിരുന്നു? 18 കൊല്ലം കൊണ്ട് കൂനിയാ. പക്ഷെ പുള്ളിക്കാരത്തി യേശു വന്ന ആഴ്ച പള്ളിയിൽ പോയില്ല. 18 കൊല്ലവും മുടങ്ങാതെ വന്ന ആ ആഴ്ച മാത്രം. ഓ, ഇത്രയും നാൾ പോയിട്ടൊരു ഗുണം ഉണ്ടായില്ല, എന്നാൽ ഇന്ന് നീ പോകുന്നില്ലെന്ന് വിചാരിച്ച അന്നാ യേശു വന്നേ. അങ്ങനെ യേശു വന്നപ്പം വരാഞ്ഞവർക്കെല്ലാം കൂനുമായിട്ട് ഇന്നും ഉണ്ട് ഇവിടെ. ഈ ദിവസങ്ങളിൽ എന്തോ ഒരു വരുന്നുണ്ട് ഒരു അവസരം. ഓർത്തോണം, ദൈവത്തിന് ശ്രദ്ധിക്കണം. ഈ ബോബസ് പറയുക, ഇവളെക്കുറിച്ച് ഒന്നും പറയണ്ട, ഇവളൊരു ചിറകിന്റെ കീഴിലാണ്. ഇവൾ ആരാകുമെന്നറിയാമോ? ഈ വയലിന് ഉടമസ്ഥയാകും.